തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ ഒരു ഫാമിലി അദ്ദേഹം പിന്നെ അതിലത്തെ ഒരാൾ ഇവിടെ ബാലഗംഗാരന്മാർ ഇവിടെ ഹൈസ്കൂളിൽ എന്നെ പിന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ആദ്യം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ചേട്ടൻ റെയിൽവേയിലൊരു മേലുദ്യോഗസ്ഥനാണ്. ആദ്യം ഇവിടെ വന്നിരുന്നു. വന്നപ്പോൾ പിന്നെ തൊട്ടടുത്ത് എൻ്റെ വീട് പിന്നെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോൾ പിന്നെ അവിടെ ചെന്ന് ഞാൻ പരിചയപ്പെട്ടു. അപ്പോൾ കുട്ടി എന്നെ പറഞ്ഞിട്ട് ഈ ത്രിമൂർത്തികളുടെ കഥ ആണ്ട് പഠിപ്പിച്ചു തന്നു. അത് പഠിപ്പിച്ചു തന്നിട്ട് പറഞ്ഞു, പിന്നെ കുട്ടി നമുക്ക് ഈ അമ്പലം കയറ്റണം. ഞാൻ എൻ്റെ ടീം വെച്ചു, കുട്ടി ഒരു കാര്യം ചെയ്യും, ഒന്ന് ഇങ്ങോട്ട് നമ്മുടെ നാട്ടിൽ കറങ്ങി നടന്നു. ഞാനത് എടുത്തിട്ട് ഒരു ബുക്കൊക്കെ എടുത്ത് പിന്നെ ഒരാഴ്ച വന്നപ്പോൾ ഈ അമ്പലത്തിൻ്റെ ആവശ്യമുള്ള എല്ലാ മരത്തിൻ്റെയും പൈസ കെട്ടി. അങ്ങനെ തെങ്ങൊക്കെ വെട്ടി എറിഞ്ഞ് അവിടെ ഞാനവിടെ തിരുനാവായാണ്, തൃപ്രങ്കോടാണ് വർക്ക് ചെയ്തിരുന്നത്. അവിടെ ഒരു മില്ലിൽ വെച്ചിട്ട് ഒക്കെ വെട്ടി എറിഞ്ഞ് ഒക്കെ ഇവിടെ അട്ടി വെച്ച് അദ്ദേഹം വന്നിട്ട് കെട്ടിപ്പിടിച്ച് എന്നോട് പറഞ്ഞു, കുട്ടി ഞാൻ പറഞ്ഞ മാതിരി ചെയ്ത് സംഗതി ശരിയായി, എനിക്ക് വലിയ സന്തോഷമായിട്ടാണ്. കുട്ടിക്ക് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. എന്താണെന്ന് പറഞ്ഞു, കുട്ടി ഞാൻ വടക്ക് ഒരു ക്ഷേത്രത്തിൽ പോയപ്പോൾ ആ ക്ഷേത്രത്തിൽ കയറിയപ്പോൾ എന്തോ ഒരു പ്രത്യേക എനർജി എനിക്ക് അനുഭവപ്പെട്ടു. അതിനെന്താ കാരണം എന്ന് അവിടെ ഉള്ളവരോടൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ അവർക്ക് പിന്നെ അതിനെപ്പറ്റി ഒന്നും അറിയില്ല. പക്ഷെ എനിക്ക് എന്തോ ഒരു കാര്യം ബോധ്യപ്പെട്ടു. എന്താണെന്ന് വെച്ചാൽ ആ ക്ഷേത്രത്തിൻ്റെ ചുറ്റും ഒരൊറ്റ കരിങ്കൽ തൂണില്ല, ഒക്കെ കരിങ്കൽ തൂണാണ്. കരിങ്കലിൻ്റെ കല്ലിൻ്റെ തൂണില്ല. അത് പ്രത്യേകമാണ്. കുട്ടി ഒരു കാര്യം ചെയ്യും, നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ആയല്ലോ, ഇതാ ഒരു കരിങ്കൽ തൂണിൻ്റെ പൈസ ഇതാ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ പിന്നെ കുട്ടിയോട് പൈസ പിന്നെ പൈസ എടുത്ത് തന്നിട്ട് ഗുരുവായൂർക്ക് പോണ ആ ഭാഗത്ത്, ക്ഷേത്രത്തിലേക്ക് പോണ ഭാഗത്ത് സൈഡിൽ ഈ കരിങ്കൽ തൂണ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അവിടെ പോയ അന്വേഷിച്ചാൽ നമുക്ക് ആവശ്യമായ കരിങ്കൽ തൂണ് അവിടെ കിട്ടും. കുട്ടി അവിടെ കൊണ്ടാൽ ഇങ്ങനെ പറയണല്ലോ. എന്നോട് പറയണം, ഈ ത്രിമൂർത്തികളാണ് സത്യം. ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് അറിഞ്ഞിട്ടുള്ളൂ, ഈ ഭഗവാൻ ആവശ്യമായ എല്ലാ കരിങ്കൽത്തിനും അത് കിട്ടി. ഒരാൾ 4 എണ്ണം, ആ മുന്നിലുള്ള 4 എണ്ണം, ഒരു ആൾ കൊടീശ്വരനാണ്. അങ്ങനെ ഓരോരുത്തരും എനിക്ക് ഫോണിൽ കൂടെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ എല്ലാവരും കരിങ്കൽത്തുണ്ട് പൈസ. ഞാൻ അവിടെ മേടിച്ചാലും ഇവിടെ എത്തിക്കാന്ന് പറഞ്ഞു. എല്ലാവരും ഇവിടെ എത്തിച്ചു. അതാണ് കരിങ്കൽത്തൂണ്, ഉള്ളിൽ കംപ്ലീറ്റ് കരിങ്കൽത്തൂണ്. നോക്കിയിട്ടുണ്ട്. അതൊക്കെ അവരുടെ പേരൊക്കെ അവരുണ്ട് അവിടെ എത്തിയിട്ടുണ്ട്. അതൊരു വലിയ അതിട്ട് ഇങ്ങനെ പുകഴ്ത്ത തന്നെ പാടില്ലാത്ത നമ്മളെൻ്റെ ഒരു വിദ്യയാണ്. അതുകൊണ്ട് പുകഴ്ത്തല്ലേ പാടില്ല എന്നാണ്. ആ ഈറ്റ് എനിക്ക് പുകഴ്ത്തും. ഇദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ച് ഇതുണ്ട്. ആ കരിങ്കൽ തൂണിൻ്റെ കാര്യം അത് കംപ്ലീറ്റ്, അതാണ് എനിക്ക് വലിയ ഇഷ്ടമായത്. അങ്ങനെ ഒരു ഇതാണ് ഉണ്ട്. ഇതെങ്ങനെ അറിഞ്ഞത്? ഞാനാണ് നേരത്തെ സംസാരിച്ചത്.